ഗൈസ്, ഇന്നാണ് എൻ്റെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഡേ. അപ്പം ഇന്നലെ രാത്രി AC ഇട്ടാണ് കിടന്നത്. അപ്പം ഇന്നലെ ഇന്നലെ ഞങ്ങളുടെ അവിടുത്തെ ഇൻസ്ട്രക്ടർ അബി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു 18 മീറ്റർ ചെയ്യുവാണെങ്കിൽ ആയിരുന്നു. ഇന്ന് 18 മീറ്റർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ 12 എന്തായാലും ഉള്ളതാണ്. അപ്പോൾ ലൈക്ക് ഇവിടെ കഫം വല്ലതും ഉണ്ടെങ്കിൽ ആവി പിടിച്ചിട്ട് അത് കളയണമെന്ന് പറഞ്ഞു. സോ അമാത്തി സ്കൂബയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അമാത്തി സ്കൂബയിൽ ആദ്യം തന്നെ നമുക്ക് കുറേ ബോർഡും പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യണം ക്ലാസ്സസ് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ റെഡി ആയിരിക്കുകയാണ് സ്കൂബയ്ക്ക് പോകാനായിട്ട്. നമുക്കൊരു ഹാഫ് ആൻ അവർ ട്രെയിനിങ് ഉണ്ടായിരുന്നു, വെള്ളത്തിൽ ബ്രീത്തിങ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കാനായിട്ട്. ഇനി നമ്മൾ ഈ ബോട്ടിൽ നിന്ന് വേറൊരു ബോട്ടിൽ അടുത്തൊരു ബോട്ടിലോട്ട് കയറി. ഞാനീ സംസാരിക്കുന്നതാണ് ആനന്ദ് മാളവിക എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ടർ. ഇഫ് യു ചെക്ക് ഹർ ഇൻസ്റ്റഗ്രാം കാണാൻ പറ്റും. ഇറ്റ്സ് വെരി ഫൺ ടു ടോക്ക് വിത്ത് ഹർ. എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഐ വാസ് സോ എക്സൈറ്റഡ് അണ്ടർ വാട്ടറിൽ എന്താണെന്ന് കാണാനായിട്ട്. ബിക്കോസ് ഇത് വർഷങ്ങളായിട്ട് എൻ്റെ ഉണ്ടായിരുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റ് വിഷായിരുന്നു സ്കൂബ ഡൈവിങ് ചെയ്യണമെന്ന്. അതും കുറച്ച് ഡീപ്പായിട്ട് ചെയ്യണമെന്ന് കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ഗിയറും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി. ഈ അണ്ടർ വാട്ടറിൽ വേറൊരു വേൾഡാന്ന് പറയുന്നത് വളരെ ശരിയാണ്. സ്പെഷ്യലി ഈ 12 മീറ്റേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി അധികം ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സിനെ കാണാൻ പറ്റി. ഞാൻ വളരെ കാമായിരുന്നു വെള്ളത്തിനടിയിൽ. അതായിരുന്നു മെയിൻ പോയിന്റ്. എല്ലാവരും വൺസ് ഇൻ എ ലൈഫ് ടൈം ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്കൂബ ഡൈവിങ്. ആൻഡ് ഈ 12 മീറ്റേഴ്സ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിരിക്കും. ഫൈനലി ചെയ്തു ആൻഡ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടോ, ടാനൊക്കെ അടിച്ച്. പക്ഷെ കുഴപ്പമില്ല, ടാൻ അടിച്ചാലിപ്പോൾ എന്താ, നമുക്ക് അടിപൊളി സീനറീസ് കാണാൻ പറ്റിയില്ലേ. എനിക്ക് തല ഇറങ്ങി ഇടയ്ക്ക് വെച്ച് ലൈക്ക് വണ്ടി മൂവ് ചെയ്തപ്പോൾ. ഇപ്പം എങ്ങനെയുണ്ട്? നമ്മുടെ തനി മലയാളിയുടെ അമ്മേനെ പോലെയാണ് എൻ്റെ അമ്മ. വലിയ എക്സ്പ്രഷൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, പിന്നെ എൻ്റെ ഒന്നും വലുതായിട്ട് കിട്ടാൻ പോകുന്നില്ല വീഡിയോസിൽ. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വൺസ് ഇൻ എ ലൈഫ് ടൈം എല്ലാവരും ചെയ്തിരിക്കേണ്ടതാണ്. പിന്നെ അമ്മേനെ കൊണ്ട് കയാക്കിങ്ങിന് പോയി. ആള് പേടിച്ചിരിക്കുമായിരുന്നെങ്കിലും എൻ്റെ കൂടെ വന്നു. പിന്നെ ക്ലിയർ വെള്ളമാണ്. അമ്മ ചുമ്മാ, അമ്മ ഇവിടെ ആഴം ഇല്ല. നമ്മൾ വോയേജ് കോസ്റ്റ് എന്ന പാക്കേജിലുണ്ടായിരുന്നായിരുന്നു കയാക്കിങ്. ആൻഡ് സ്കൂബ ഡൈവിങ്ങിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് ചെയ്യേണ്ടതായിരുന്നു. ഇത് നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്റർ ജംഷാദ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഓക്കെയാണെന്ന്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ട് റൈഡിങ് ആയിരുന്നു അടുത്തത്. ഈ മീൻ നമ്മളെ അയ്യോ ഓരോന്നും തല കുത്തിയിരിക്കുന്നു. അത് സർക്കസിലാണ്. ചേച്ചിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. സഹിക്കാൻ പറ്റില്ല അമ്മേ. ക്യാമറ നോക്കി പറയണം തോന്നുന്നുണ്ടല്ലോ. ക്യാമറ അത് മുഴുവൻ
എവിടെ? ഓ പുറകിലെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ചെറുതായി കൊടുക്കുന്നത് എൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കൽപ്പറ്റ ഐലൻഡിലെത്തി ഗ്ലാസ് ബോട്ട് റൈഡിങ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി ഐലൻഡായിരുന്നു, വേറൊരു വൈബായിരുന്നു. അപ്പം നമ്മുടെ ഈ ടീംസൊക്കെ നമ്മുടെ ഇവിടെ ആദ്യം തൊട്ടും ഉണ്ടായിരുന്നു, നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കൽപ്പറ്റ ഐലൻഡ് വളരെ കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയ ഒരു ഐലൻഡാണ്. ഇവിടെ ആക്ച്വലി ബേർഡ് വാച്ചിങ്ങിനൊക്കെ ആൾക്കാർ വരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇത് ഭയങ്കര ഐസൊലേറ്റഡ് ഐലൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് ബോട്ടിങ്ങിന് പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ തിരമാലകളുടെ ശബ്ദവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കത്തുള്ളൂ. ഫണ്ണി പാട്ട് എന്താണെന്ന് വെച്ചാൽ അമ്മയാണ് വീഡിയോഗ്രാഫർ. അമ്മ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഫഷനിലോട്ട് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവരൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു വ്ളോഗ് ചെയ്യാനും വീഡിയോസിൽ വരാനും. അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തു തരും. ചേച്ചിയുടെ പേജ് നോക്കിക്കോട്ടോ, എന്റെ പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കൊടുക്കാം. യു ബ്രൈഡൽ എല്ലാവരും ഫോളോ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. ഓക്കെ, ബൈ. സൂപ്പർ. ഇവിടുത്തെ പല കളറിലുള്ള വെള്ളം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ലക്ഷദ്വീപിലുള്ള എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്, എല്ലാവരും ഭയങ്കര ലവിങ് ആണ്. ഈ ബോർഡിലെ ചേട്ടൻ തന്നെ എനിക്കൊരു ഷെല്ലൊക്കെ കൊണ്ടുവന്നു ഞാൻ പോകുന്നതിന് മുന്നേ. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ടൊരു നല്ല കണക്ഷനായിരുന്നു ലക്ഷദ്വീപിലുള്ള ദ്വീപിലുള്ളവരെയും നമ്മുടെ കൂടെ വന്ന ടൂറിസ്റ്റുകളെയും എല്ലാം. നമ്മുടെ ഗ്ലാസ് ബോട്ടിങ് കഴിഞ്ഞ് അടുത്തൊരു ആക്ടിവിറ്റി എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതായത് നൈറ്റ് ഫിഷിങ്. അതായത് രാത്രി സ്നോർക്കിൾ ചെയ്ത് ഫിഷിനെ കുത്തിപ്പിടിച്ച് അതിനെ കൊണ്ട് ഫ്രൈ ചെയ്യുന്നൊരു പരിപാടി. ശീലിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്ത് വിഷമം എന്ത് സ്ട്രെസ് വന്നാലും നമ്മൾ ഡൈവ് ചെയ്യും. അവർ 6 മാസവും 6 മാസത്തിൽ കൂടുതലും വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും ഫോർ ഷുവർ. താഴെ പോകാൻ ഇത്ര ദിവസം എടുക്കും, അവിടെ വർക്ക് തീർക്കാൻ ഇത്ര ദിവസം, അതെല്ലാം അതിൻ്റെ അകത്ത് അവർക്ക് സെറ്റ് ചെയ്യുന്നത്. ഈ അബീയുടെ അർജുനും കൂടെ ഇരുന്ന് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഡൈവ് ചെയ്യാൻ തോന്നും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹോം സ്റ്റേ കാര്യം നമുക്ക് കിലാഞ്ചി എന്ന് പറഞ്ഞൊരു ഫുഡ് ഐറ്റം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ്. അങ്ങനെ എൻ്റെ ഡ്രീമായ നൈറ്റ് സ്നോർക്കിളിങ് ഞാൻ ചെയ്തു, മീനെയൊക്കെ കുത്തിപ്പിടിച്ചു. അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ ഫിഷിനെ ഫ്രൈ ചെയ്തു. നമ്മൾ ആക്ച്വലി പാരറ്റ് ഫിഷും വേറെ ഏതൊരു ഫിഷായിരുന്നു, എൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷെ ആ ഒരു ഫിഷൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. ഈ രാവിലെ സ്നോർക്കിൾ ചെയ്തെങ്കിലും ഈ രാത്രി സ്നോർക്കിൾ ചെയ്യുന്നൊരു ഫീൽ, അല്ലെങ്കിൽ ഈ നൈറ്റ് ഫിഷിങ് ചെയ്യുന്നൊരു ഫീൽ വേറെ തന്നെയാണ്. ഈ മീനിനെയൊക്കെ കുത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അത് രസമാണ് ശരിക്കും. അപ്പോൾ ഇവർക്ക് ആക്ച്വലി നേരത്തെ പോയപ്പോൾ ഒക്ടോബസിനൊക്കെ കിട്ടി, നമ്മളത് കഴിച്ചിട്ടുണ്ടായി. ഒക്ടോബസിൻ്റെ അച്ചാർ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് സെലക്ട് ചെയ്ത മീനുകൾ പാരറ്റ് ഫിഷും വേറൊരു ഫിഷും ആയിരുന്നു. എത്ര വില വരുവാണ്? എക്സ്പോർട്ട് ചെയ്യാതെ ഫിംഗർ ഇട്ടാ ഇങ്ങനെ പിടിക്കും. ഞങ്ങളായിരുന്നു ലാസ്റ്റ് ബാച്ച്, അതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് കുറേ ഫിഷൊക്കെ കഴിച്ച് നമ്മൾ അവിടെ ഇരുന്നു സംസാരിച്ച്.
ശ്വാസം വലിക്കണ്ടേ? ഇവിടെ നീന്താൻ അറിയാവുന്നവര് പേടിച്ചെന്നെ മുക്കിയിട്ടുണ്ട്. എനിക്കായി എന്റെ കൂട്ടത്തിൽ ചേച്ചി ഇരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പുള്ളി അടുത്തോടെ നീന്തി. ഞാൻ വെച്ച് ഈ പുള്ളിയുടെ ബൈഫായിരിക്കും എൻ്റെ ഇരിക്കണത്, അടുത്ത് നിൽക്കാനായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നപ്പോൾ പുള്ളി ഈ പെണ്ണിനെ പിടിച്ച് മുക്കി. അങ്ങനെ ഇരുന്ന് ഞാനന്ന് എന്റെ മുഖമൊക്കെ ഇങ്ങനെയായി. നീ നിൽക്കുന്നത് ഞാനാ, ഇത് ഞാനാണ്. കൊമേഴ്ഷ്യലാ. ഈ സാധനം കണ്ടോ, ഇത് ഈ പിടിച്ചിരിക്കുന്ന ഒരു കയറ് കണ്ട, ഇതിലാണ് ഇത് 2 മിനിറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതായത് എനിക്കൊരു പ്രോഡക്റ്റിൻ്റെ PR ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് എനിക്ക് രാവിലെ ചെയ്ത് തീർക്കാനുണ്ടായി. അങ്ങനെ ഞാൻ രാവിലെ ബീച്ചിൽ പോയി ഈ ഒരു റോസ് നെയിൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഡേ എൻഡ് ചെയ്തു. നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആ റോസ് നെയിൽസിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ലക്ഷദ്വീപിൽ നിന്ന് പോയപ്പോൾ ഒരു ഇമോഷൻ ഭയങ്കര സാഡായി. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എന്തായാലും നല്ല അടിപൊളി മെമ്മറീസും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. നല്ല അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ അങ്ങനെ എൻ്റെ ലക്ഷദ്വീപ് ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.